2021 പബ്ലിക് എക്സാമിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും വന്ന ചോദ്യങ്ങളുടെ വിശദീകരണം അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇത് വീഡിയോ 1 ആണ്. 2021 മോഡൽ എക്സാമിൽ വന്ന ചോദ്യങ്ങളുടെ സൊല്യൂഷൻ വീഡിയോ 2 ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർ ആയ ചോദ്യങ്ങൾ രണ്ട് എക്സാമിലും വന്നിട്ടുണ്ട്. മോഡലിൽ വന്ന സിമിലർ ആയ ഒരേ ചോദ്യം തന്നെ അല്ല അർത്ഥമാക്കുന്നത്. മോഡൽ എക്സാമിൽ വന്ന ചോദ്യങ്ങൾ അതേ പാറ്റേൺ പബ്ലിക് എക്സാമിലും വന്നിട്ടുണ്ട്. സിമിലർ ആയ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സേ എക്സാമിലും ഈ രണ്ട് വീഡിയോയിൽ വന്ന ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. സിമിലർ ആയ ചോദ്യങ്ങളാണ്, സെയിം ചോദ്യമല്ല, ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഈ രണ്ട് വീഡിയോകളും അവസാനം വരെ കാണണം. ഈ വീഡിയോകളിൽ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. 29 മാർക്ക് ഉറപ്പായും നേടണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2021 മാത്സ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതുപോലെയാണ് ഇരിക്കുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി 3 പാർട്സ് ഉണ്ട്. പാർട്ട് എയിൽ 10 പ്രോബ്ലംസ് ആണ് ഇരിക്കുന്നത്. 1 to 10 3 മാർക്കിന്റെ 10 പ്രോബ്ലംസ് ആണ്. 3 into 10 ടോട്ടൽ മാർക്സ് 30. പാർട്ട് ബിയിൽ 11 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ്. 12 പ്രോബ്ലംസ് ഉണ്ട്. 4 into 12 ടോട്ടൽ 48 മാർക്സ്. പാർട്ട് സിയിൽ 23 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതമാണ്. 7 ചോദ്യങ്ങളുണ്ട്. 6 into 7 ടോട്ടൽ 42 മാർക്സ്. ടോട്ടൽ മാർക്സ് വരുന്നത് 42 + 48 + 30 120 മാർക്സ് ആണ്. ഈ 120 മാർക്സിന്റെ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ എഴുതാം. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിൽ 60നേക്കാളും കുറവ് മാർക്കാണെങ്കിൽ ആ മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 60യോ 60നേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 60 മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കിട്ടുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. വളരെ ഈസിയായ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതണം. ബാക്കി വരുന്ന ചോദ്യങ്ങൾ പിന്നീട് അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് മെട്രിസസ് ഡിറ്റർമിനന്റ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ വന്ന ചോദ്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കാം. മെട്രിസസ് ഡിറ്റർമിനന്റ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും 29 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പബ്ലിക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് 1 to 9 ഈ 3 ചോദ്യങ്ങൾ പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ട്. 3 into 3 9 3 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ. പാർട്ട് ബിയിൽ 2 ചോദ്യങ്ങളാണ്. 11th 1 12th 1 4 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. ഇപ്പോൾ 8 മാർക്കായി. പാർട്ട് സിയിൽ 6 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. 23ാമത്തെ ചോദ്യവും 24ാമത്തെ ചോദ്യവും 6 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. സോ ടോട്ടൽ 12. അതുകൊണ്ട് ടോട്ടൽ 29 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. ഈസി ആയ ചാപ്റ്ററാണ്. നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഈ ചോദ്യങ്ങളുടെ മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഈ രണ്ട് വീഡിയോയിൽ വന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. 29 മാർക്ക് ഉറപ്പിക്കാം. ഫസ്റ്റ് വൺ, find the value of x for which determinant 3x x1 equal to determinant 3 to 4 1. 2/2 determinant evaluate ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ടത് 3 into 1. 3 into 1 is 3 minus x into x. x into x is x square equal to 3 into 1 that is 3 minus 4 into 2 8. 3 minus x square equal to 3 minus 8 is minus 5. That is 3. ഈ minus 5നെ LHSലേക്ക് കൊണ്ടുപോകണം. 3 plus 5 equal to minus x squareനെ RHSലേക്ക് കൊണ്ടുപോകണം. x square. So 8 equal to x square or x square equal to 8. That is x is equal to plus or minus root 8. സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് വാല്യൂസ് വരും. √8 വരും, -√8 വരും. Now this is equal to plus or minus. This 8 is 4 into 2. Root of 4 is equal to 2. So answer is plus or minus 2√2. Xന് രണ്ട് വാല്യൂസ് ഉണ്ട്. 2√2 and -2√2.
റൂട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് വാല്യൂസ് വരും, പ്ലസ് ഓർ മൈനസ് 2√2 ആണ് ആൻസർ. Now second one, let A equal to matrix 1, 2, 3, 4. Find adjoint of A. Second one, find A into adjoint of A. Adjoint of A കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം മൈനസ് കണ്ടുപിടിക്കണം. മൈനസ് M11. M11 eliminate first row, first column. M11 is 4. M12 eliminate first row, second column. M12 is 3. M21 is the determinant obtained by eliminating second row, first column. 2. M22 eliminate second row, second column. M22 is 1. Cofactors. Cofactors Aij equal to minus 1 raised to I plus j Mij. If I plus j is even, Aij equal to Mij. Aij equal to Mij if I plus j is even number. Aij equal to minus Mij if I plus j is odd number. Now A11 equal to M11 which is 4. A12 equal to minus M12. So we get minus 3. A21 equal to minus M21 minus 2. A22 equal to M22 which is equal to 1. Now cofactor matrix. Cofactor matrix equal to A11, A12, A21, A22, that is equal to matrix 4 minus 3 minus 2 1. Now adjoint of A is equal to, adjoint of A is transpose of cofactor matrix. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം, സെക്കൻഡ് റോവിനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതണം. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. 4 minus 2 minus 3 1. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. A is equal to matrix 1, 2, 3, 4. Adjoint of A is equal to, adjoint of A is equal to matrix 4 minus 2 minus 3 1. Now A into adjoint of A equal to matrix 1, 2, 3, 4 into 4 minus 2 minus 3 1. മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് റോ ഇൻറ്റു കോളം ആണ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 into 4 plus 2 into minus 3. ഫസ്റ്റ് റോ എടുക്കണം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യണം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. 1 into 4 plus 2 into minus 3. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into minus 2 plus 2 into 1. Now take second row into first column. 3 into 4 plus 4 into minus 3. Now second row, second column. 3 into minus 2 plus 4 into 1. 1 into 4 is 4 plus 2 into minus 3 is minus 6. 1 into minus 2 is minus 2. 2 into 1 is 2. 3 into 4 is 12 plus 4 into minus 3 is minus 12. 3 into minus 2 is minus 6. 4 into 1 is 4. Now this is equal to 4 plus minus 6 is minus 2. Minus 2 plus 2 is 0. 12 plus minus 12 is 0. Minus 6 plus 4 is minus 2. Now we can take minus 2 outside. എല്ലാ ടേംസിലും minus 2 ഉണ്ട്. ഇത് minus 2 into 1 ആണ്. 0 എന്ന് പറയുമ്പോൾ minus 2 into 0 ആണ്. So we can take minus 2 outside. 1 0 0 1. എല്ലാ ടേംസിൽ നിന്നും minus 2 പുറത്തേക്ക് വെക്കണം. So this is equal to minus 2 into, this matrix is identity matrix, minus 2 into I. അപ്പോൾ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, A into adjoint of A. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ് A into adjoint A is equal to determinant A into I. ഇവിടെ determinant A എന്ന് പറയുന്നത് A is the matrix 1, 2, 3, 4. 1 into 4 is 4.
4 minus 6 which is equal to minus 2. ഈ minus 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ minus 2 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ആണ്. അപ്പോൾ എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. അപ്പോൾ നമുക്ക് ഈ ആൻസർ വരെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. ഈ റിസൾട്ട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ടാണ്. എ ഇൻറ്റു അഡ്ജോയിന്റ് ഇസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. ആ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. Now ninth one, find area of a triangle with vertices minus 2, minus 3, 3, 2 and minus 1, minus 8. Area of a triangle with vertices x1, y1, x2, y2 and x3, y3 is given by delta equal to half into determinant x1, y1, 1, x2, y2, 1, x3, y3, 1. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ഹിയർ ഏരിയ ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫസ്റ്റ് പോയിന്റ് ഇസ് minus 2, minus 3. സോ minus 2, minus 3, 1, 3, 2, 1, minus 1, minus 8, 1. That is equal to 1 by 2 into ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. Let us evaluate along first row. First row ഉപയോഗിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാം. 1 by 2 into first rowയിലെ ഫസ്റ്റ് എലമെന്റ് എഴുതണം. ഡിറ്റർമിനന്റ് എലിമിനേറ്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഡിറ്റർമിനന്റ് 2, 1, minus 8, 1. സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്. മൈനസ് ഓഫ് മൈനസ് 3. ഇവിടുത്തെ എലമെന്റ് മൈനസ് 3. അതുകൊണ്ട് ഇവിടെ മൈനസ് 3 എഴുതണം. മൈനസ് 3 into എലിമിനേറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഡിറ്റർമിനന്റ് 3, 1, minus 1, 1. Plus third element is positive plus 1 into ഇവിടുത്തെ എലമെന്റ് 1 ആണ്. 1 into determinant eliminate first row third column 3, 2, minus 1, minus 8. ഇപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ടേംസ് വരുന്നത് പ്ലസ് മൈനസ് പ്ലസ്. ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടേംസ് പ്ലസ് മൈനസ് പ്ലസ് ആയിരിക്കും. ഫസ്റ്റ് ടേം പ്ലസ്, സെക്കൻഡ് ടേം നെഗറ്റീവ് എടുക്കണം. ഇവിടെ പ്ലസ് എടുക്കണം. സോ 1 by 2 into minus 2 into ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. 2 into 1 is 2 minus 8 into 1 is minus 8. Minus into minus is plus. 3 into 1 is 3 minus 1 into 1 is minus 1. Plus 1 into 3 into minus 8 is minus 24 minus 1 into 2 is minus 2. That is equal to 1 by 2 into minus 2 into 10. 2 plus 8 is 10. So minus 2 into 10 plus 3 into 3 plus 1 is 4. 3 into 4 plus 1 into minus 24 plus 2, that is minus 22. That is equal to 1 by 2 into 2 into 10 is 20. Minus 2 into 10 is minus 20. 3 into 4 is 12. minus 22. ഇനി ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ ആണ്. ഏരിയ ഇസ് ഓൾവേസ് പോസിറ്റീവ്. minus 20 plus 12 minus 22. That is minus 20 minus 10. 12 minus 22 is minus 10. Minus 20 minus 10 is minus 30. Modulus of minus 30. പോസിറ്റീവ് വാല്യൂ എടുക്കണം. കാരണം ഏരിയ ഇസ് ഓൾവേസ് പോസിറ്റീവ്. So 30 by 2 which is equal to 15 square units. ഇനി 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ്. 11th one, consider the matrix A is equal to matrix 3, 4, minus 5, minus 1 and 3A plus B equal to matrix 2, 8, 3, minus 4. Find the matrix B. Find A into B. So ഇവിടെ A തന്നിട്ടുണ്ട്, 3A plus B തന്നിട്ടുണ്ട്. A is equal to matrix 3, 4, minus 5, minus 1. 3A plus B is equal to matrix 2, 8, 3, minus 4. നമ്മൾ B ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നിന്നും B is equal to ഈ 3A RHSലേക്ക് കൊണ്ടുപോകണം. RHSൽ മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സ് ആദ്യം എഴുതുക. 2, 8, 3, minus 4 എന്ന് എഴുതുക. അതിനുശേഷം 3A RHSലേക്ക് കൊണ്ടുപോകണം. minus 3A. That is equal to matrix 2, 8, 3, minus 4 minus 3 into A. A എന്ന് പറഞ്ഞ മെട്രിക്സിലെ എല്ലാ എലിമെന്റ്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So we get matrix
3 into 3 is 9, 3 into 4 is 12, 3 into minus 5 is minus 15, 3 into minus 1 is minus 3. So this is equal to 2 minus 9, that is minus 7, 8 minus 12 is minus 4, 3 minus minus 15, 3 plus 15 which is 18, minus 4 minus minus 3, that is minus 4 plus 3 which is equal to minus 1. So B is equal to matrix minus 7, minus 4, 18, minus 1. ഇനി നമ്മൾ AB കണ്ടുപിടിക്കണം. A into B. A is equal to 3, 4, minus 5, minus 1. And B is equal to minus 7, minus 4, 18, minus 1. First row എടുത്തിട്ട് first column multiply ചെയ്യണം. 3 into minus 7 plus 4 into 18. Corresponding elements multiply ചെയ്തിട്ട് add ചെയ്യണം. Now first row into second column. 3 into minus 4 plus 4 into minus 1. Now take second row into first column. Minus 5 into minus 7 plus minus 1 into 18. Now second row into second column. Minus 5 into minus 4 plus minus 1 into minus 1. Which is equal to 3 into 7 is 21. So minus 21 plus 72. 4 into 18 is 72. Minus 21 plus 72. Minus 12 minus 4. 35 minus 18. 20 plus 1. That is equal to 51. Minus 12 minus 4 is minus 16. 35 plus 8 is 42. 20 plus 1 is 21. So AB is equal to matrix 51 minus 16, 42, 21. Now 12th one. If A is equal to matrix minus 2, 4, 5 and B equal to matrix 1, 3, minus 6. What is the order of AB? Verify AB transpose equal to B transpose into A transpose. Now order of A. Consider given matrix A and B. A has 3 rows. These horizontal lines are known as rows. There are 3 rows and only 1 column. Order of A is 3 by 1. In matrix B, there is only 1 row but 3 columns. First column, second column, third column. Order of B is number of rows by number of columns, 1 by 3. Order of B is 1 by 3. Now order of AB. Now AB is defined because number of columns of A is equal to number of rows of B. ഇവിടെ end ചെയ്യുന്നതും ഇവിടെ start ചെയ്യുന്നതും same numberലാണ്. So A into B is defined and order of AB equal to 3 by 3. ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും എടുക്കണം. Order is 3 by 3. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി 3 by 3. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് കടക്കാം. വെരിഫൈ എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ ആദ്യം എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിക്കാം. എ ഇൻറ്റു ബി. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നോക്കി എയുടെ ഓർഡർ 3/1, ബിയുടെ ഓർഡർ 1/3. ഇത് രണ്ട് പ്രോഡക്റ്റിന്റെ ഓർഡർ എ ഇൻറ്റു ബിയുടെ ഓർഡർ 3/3 ആണ്. എ ഇസ് -2, 4, 5. ബി ഇസ് 1, 3, -6. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് -2 ആണ്. ഈ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം 1 ആണ്. റോ ഇൻറ്റു കോളം ചെയ്യണം. That is equal to first row into first column, that is -2 into 1. Then first row into second column, -2 into 3. First row into third column, -2 into -6. Now take second row, that is 4. 4 into first column, 4 into 1. 4 into 1. Then second row into second column, 4 into 3. Then 4 into -6. Now take third row, that is 5. 5 into 1. 5 into 3. 5 into -6.
that is equal to minus 2 into 1 is minus 2, minus 6, minus into minus is plus, 2 into 6 is 12, 4, 12, minus 24, 5, 15, minus 30. Now we have to find AB transpose. AB എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിച്ചു, അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം. സോ ഫസ്റ്റ് കോളം ഇസ് മൈനസ് 2, മൈനസ് 6, 12. സെക്കൻഡ് കോളം 4, 12, minus 24. Third column 5, 15, minus 30. Let it be equation number 1. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് B transpose into A transpose. B is matrix 1, 3, minus 6. B transpose is column matrix 1, 3, minus 6. റോവിനെ മാറ്റിയിട്ട് കോളം ആക്കിയിട്ട് മാറ്റണം. റോവിനെ കോളം ആക്കിയിട്ട് മാറ്റണം. A transpose, that is matrix minus 2, 4, 5. കോളമിനെ മാറ്റിയിട്ട് റോ ആക്കിയിട്ട് മാറ്റണം. ഇപ്പൊ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 3/1 മെട്രിക്സ് ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1/3 മെട്രിക്സ് ആണ്. ആ രണ്ടിന്റെ പ്രൊഡക്റ്റ് 3/3 മെട്രിക്സ് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളമോട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into minus 2. Then first row into second column 1 into 4. First row into third column 1 into 5. Now take second row. Second row 3. 3 into minus 2. 3 into 4. 3 into 5. Now take third row. Minus 6 into first column. Minus 6 into second column. Minus 6 into third column. 5. So this is equal to matrix minus 2, 4, 5, minus 6, 12, 15, minus into minus is plus, 12, minus 24, minus 30. Now let it be equation 2. ഇനി equation 1ഉം equation 2 compare ചെയ്യാം. രണ്ടും same matrix ആണ്. So we have AB transpose equal to B transpose into A transpose. ഇനി 6 മാർക്കിന്റെ രണ്ട് പ്രോബ്ലംസ് ആണുള്ളത്. 23. Construct a 3/2 matrix A equal to matrix Aij whose elements are given by Aij equal to 3i minus j. Second one, express matrix 2, 3, 1, minus 4 as the sum of a symmetric and a skew symmetric matrix. A is equal to matrix Aij, which is a 3/2 matrix given by, elements are given by Aij equal to 3i minus j. A is a 3/2 matrix. 3 rows വേണം, 2 columns വേണം. So matrix A is A11, A12, A21, A22, A31, A33. 3 rows ഉണ്ടാകും, 2 columns ഉണ്ടാവണം. അതിന്റെ ഫോം ഇതാണ്. ജനറൽ ഫോം ഓഫ് A is A11, A12, A21, A22, A31, A33. ഇനി നമ്മൾ ഈ എലമെന്റ്സിനെല്ലാം കണ്ടുപിടിക്കണം. Equation is Aij equal to 3i minus j. A11 അതായത് I1 ആണ്, J1 ആണ്. I ഉള്ള സ്ഥലത്ത് 1 എഴുതണം, J ഉള്ള സ്ഥലത്ത് 1 എഴുതണം. 3 into 1 is 3, 3 minus 1 is 2. A12 I is 1, J is 2. 3 into 1 minus 2, 3 minus 2 equal to 1. A21 I is 2, J is 1. 3 into 2 minus j, that is 1. 6 minus 1, which is equal to 5. A22 I is 2, J is 2. 3 into 2 minus 2. 6 minus 2 equal to 4. A31 I is 3, J is 1. 3 into I, that is 3 into 3 minus j, that is minus 1. 9 minus 1 equal to 8. A32 equal to, I ഇവിടെ 3 ആണ്, J യുടെ വാല്യൂ 2 ആണ്. 3 into 3 minus 2. 9 minus 2 which is equal to 7. So A is equal to, elements ഇതിൻ്റെ അകത്ത് എഴുതുക, 2, 1, 5, 4, 8, 7. Now second one, we have to express A as sum of a symmetric and a skew symmetric matrix. അത് എക്സ്പ്രസ് ചെയ്യുന്നത് A is equal to half into A plus A transpose plus half into A minus A transpose.
A plus A transpose ഒരു symmetric matrix ആണ്. A minus A transpose is a skew symmetric matrix. Now A is equal to, given A is equal to matrix 2, 3, 1, minus 4. So A transpose first row in first column ആക്കിയിട്ട് എഴുതണം, second row in second column ആക്കിയിട്ട് എഴുതണം. Now find A plus A transpose. Corresponding elements add ചെയ്യുക. 2 plus 2 is 4, 3 plus 1 4, 1 plus 3 4, minus 4 plus minus 4 is minus 8. ഇനി A minus A transpose കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യുക. അതായത് 2 minus 2 0, 3 minus 1 2, 1 minus 3 minus 2, 4 minus minus 4, that is 4, minus 4 minus minus 4, that is minus 4 plus 4, which is 0. So A is equal to half into matrix 4 4 4 minus 8 plus half into matrix 0 2 minus 2 0. ഇനി മെട്രിക്സിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ എലമെൻസിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ എലമെൻസിനെയും ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഗെറ്റ് മെട്രിക്സ് 2 2 2 മൈനസ് 4, എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് രണ്ടാമത്തെ ഈ മെട്രിക്സിൻ്റെ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0/2 is 0, 2/2 is 1, minus 2/2 is minus 1, 0/2 is 0. Now this is sum of a symmetric matrix and a skew symmetric matrix. 6 മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യമാണിത്. ഇതേ പ്രോബ്ലം തന്നെയാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന സിസ്റ്റത്തിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് AX = B ഈ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. A എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്. XYZ അൺനോൺസിൻ്റെ കോയിഫിഷ്യൻസ് എടുത്ത് എഴുതുന്ന മെട്രിക്സ് ആണ് A. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 3, വൈയുടെ കോയിഫിഷ്യൻറ്റ് -2, സെഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 3. ഫസ്റ്റ് ഇക്വേഷനിൽ കോയിഫിഷ്യൻസ് എഴുതണം. സെക്കൻഡ് ഇക്വേഷനിൽ വരുന്ന കോയിഫിഷ്യൻസ് 2 1 -1. തേർഡ് ഇക്വേഷനിൽ വരുന്ന കോയിഫിഷ്യൻസ് 4 -3 2. എക്സ് എന്ന് പറയുന്നത് അൺനോൺസ് അടങ്ങിയിരിക്കുന്ന മെട്രിക്സ് XYZ, ഈ വാല്യൂസ് ആണ്, ഇതിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറയുന്നത് ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന മെട്രിക്സ് ആണ് 8 1 4. സോ ദ ഗിവൺ സിസ്റ്റം ഇസ് ഓഫ് ദ ഫോം AX = B. സോ എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B. ഇപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, A ഇൻവേഴ്സ് ഇൻറ്റു B കണ്ടുപിടിക്കണം. A inverse equal to 1/determinant A into adjoint of A. ഇപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് A കണ്ടുപിടിക്കണം, adjoint of A കണ്ടുപിടിക്കണം. A is equal to matrix 3 - 2 3, 2 1 -1, 4 -3 2. Determinant of A is equal to, ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം, 3 into remaining determinant 1 -1 -3 2. Minus of -2, eliminate first row second column, determinant 2 - 1 4 2, plus 3 into determinant 2 1 4 -3. First row third column eliminate ചെയ്യണം, remaining determinant 2 1 4 -3. This is equal to 3 into 1 into 2 is 2, minus 3 into -1 is 3. Minus into minus is plus, 2 into 2 is 4, minus 4 into -1 is -4, plus 3 into 2 into -3 is -6, minus 4 into 1 is 4, 3 into 2 minus 3 -1, plus 2 into 4 plus 4 is 8, 3 into -6 -4, that is -10. So -3 plus 16 minus 30, that is -33 plus 16, that is -17. So determinant of A is equal to -17, which is not equal to 0. So the system is consistent. System has a solution.
So the system is said to be consistent system. Now we have to find A inverse, and we know that A inverse is 1 by determinant A into adjoint of A. Determinant A നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളിപ്പോൾ adjoint of A കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് നമ്മൾ ആദ്യം മൈനസ് കണ്ടുപിടിക്കും. മൈനസ് M11. Minus are the determinant obtained by eliminating ith row jth column. M11 is the determinant obtained by eliminating first row first column. Determinant 1 minus 1 minus 3 2. That is 2 minus 3 into minus 1 is 3. 2 minus 3 which is equal to minus 1. M12. Eliminate first row second column. Determinant 2 minus 1 4 2. That is 4 minus 4 which is equal to 8. M13. Eliminate first row third column. Determinant 2 1 4 minus 3 which is minus 6 minus 4 which is equal to minus 10. M21. Eliminate second row first column. Determinant minus 2 3 minus 3 2. Minus 4 minus 9 minus 4 plus 9 which is equal to 5. M22. Eliminate second row second column. Determinant 3 3 4 2. 6 minus 12 which is equal to minus 6. M23. Eliminate second row third column. Determinant 3 minus 2 4 minus 3 minus 9 minus 8 minus 9 plus 8 which is equal to minus 1. M31. Determinant. Eliminate third row first column. Determinant minus 2 3 1 minus 1 that is 2 minus 3 minus 1. M32. Eliminate third row second column. Determinant 3 3 2 minus 1 minus 3 minus 6 which is equal to minus 9. M33 equal to determinant 3 minus 2 2 1 3 minus 4 which is equal to 3 plus 4 7. Now we have to find cofactors. Minus എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ cofactors ആണ് കണ്ടുപിടിക്കുന്നത്. A11 equal to M11 which is equal to minus 1. A12 equal to minus M12 minus 8. A13 equal to M13 minus 10. A21 equal to minus M21 minus 5. A22 equal to M22 which is minus 6. A23 equal to M23 minus 1. A31 equal to M31 minus 1. A32 equal to minus M32 minus of minus 9 which is 9. A33 equal to M33 equal to 7. So cofactors are A11 minus 1, A12 minus 8, A13 minus 10, A21 minus 5, A22 minus 6, A23 1, A31 is minus 1, A32 is 9, A33 is 7. ഇത് ചേർത്തിട്ട് എഴുതുന്ന മെട്രിക്സ് ആണ് cofactor matrix. Cofactor matrix equal to matrix first row minus 1 minus 8 minus 10, second row minus 5 minus 6 1, third row minus 1 9 7. Now adjoint of A is equal to adjoint of A is transpose of cofactor matrix. So first column is minus 1 minus 8 minus 10. First row in first column ആക്കിയിട്ട് എഴുതണം. Second row in second column ആക്കിയിട്ട് എഴുതണം. Third row in third column ആക്കിയിട്ട് എഴുതണം. ഇതാണ് adjoint of A. Now A inverse equal to 1 by determinant A into adjoint of A. That is 1 by minus 17. So minus 1 by 17. Minus 1 minus 5 minus 1. Minus 8 minus 6 9. Minus 10 1 7. Now x is equal to A inverse into B. So minus 1 by 17. Matrix minus 1 minus 5 minus 1. Minus 8 minus 6 9. Minus 10 1 7. Into B. Matrix base 8 1 4. 8 1 4. Which is equal to minus 1 by 17. First row
into this column, minus 1 into 8 plus minus 5 into 1 plus minus 1 into 4. Then second row into this column, minus 8 into 8 plus minus 6 into 1 plus 9 into 4. Then third row into this column, minus 10 into 8 plus 1 into 1 plus 7 into 4. That is equal to minus 1 by 17, minus 8 minus 5 minus 4, minus 64 minus 6 plus 36, minus 80 plus 1 plus 28. That is equal to minus 1 by 17, minus 8 minus 4 is minus 12, minus 12 minus 5 is minus 17. Minus 64 minus 6 is minus 70 plus 36, minus 34, minus 80 plus 29, minus 51. Now divide all terms by minus 17. Minus 17 divided by minus 17 is 1. Minus 34 divided by minus 17 is 2. Minus 51 divided by minus 17 is 3. So solutions are x is equal to 1, y is equal to 2, z is equal to 3. പബ്ലിക് എക്സാമിൽ വന്ന എല്ലാ പ്രോബ്ലംസും ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 29 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആണ് ഈ എക്സാമിൽ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചത്. സിമിലർ ആയ പ്രോബ്ലംസ് അടുത്ത എക്സാമിൽ ചോദിക്കും. അതുകൊണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. ഈ ചാപ്റ്ററുകളിൽ നിന്നും വരുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.